ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഇറിഡിയസെന്റ് ഷാർക്ക് കാറ്റ് ഫിഷുകളെ അല്ലെങ്കിൽ ആസാം വാളുകൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ മീനുകളുടെ ഡയറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിനു മുമ്പ് ഈ മീനുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മീനിനെക്കുറിച്ച് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷൻസിനെ കുറിച്ചാണ്. ഈ മീനിൻ്റെ പേരിനെ കുറിച്ച് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ വരാറുള്ളത് കൊണ്ട് പേരുകൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇറിഡിസെന്റ് ഷാർക്ക് കാറ്റ് ഫിഷ് എന്നാണ് ഈ ഒരു മീനിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഈ മീനിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പാൻഗേഷ്യസ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ ആസാം വാള എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ അക്വേറിയം ഷോപ്പുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇതിനെ ബ്ലാക്ക് ഷാർക്ക്, വൈറ്റ് ഷാർക്ക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നേരെ നമുക്കിനി സബ്ജക്റ്റിലേക്ക് വരാം. ഇവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് വരുന്നത് ഇച്ച് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ടാണ്. ശരീരത്തിൽ വൈറ്റ് സ്പോട്ടുകൾ വരുന്നതാണ്. ഇതൊരു പാരസൈറ്റിക് ഇൻഫെക്ഷനാണ്. വെള്ളം മോശമാവുക, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ താഴ്ന്നു പോകുക, അതായത് വെള്ളം തണുക്കുക ഈ മഴക്കാലത്തും അതുപോലെ തന്നെ മഞ്ഞുകാലത്തൊക്കെ. ഇത്തരം സാഹചര്യങ്ങളിൽ പാരസൈറ്റുകളൊക്കെ പെട്ടെന്ന് ഡെവലപ്പ് ആവും. അങ്ങനെയാണ് ഈ അസുഖം വരുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് ഉപ്പ്, അതുപോലെ തന്നെ മെത്തലിൻ ബ്ലൂ, മാലക്കൈറ്റ് ഗ്രീൻ, ഫോർമാലിനൊക്കെ യൂസ് ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഫിൻറോട്ടാണ്. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഈ അസുഖം വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വെള്ളം മോശമാവുന്നതാണ്, പിന്നെ അമോണിയ നൈട്രേറ്റ് ഒക്കെ സ്പൈക്ക് ആവുന്നത്, പിന്നെ ഇവരുടെ ഫിൻസിൽ ഏതെങ്കിലും രീതിയിൽ മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലോ എന്തെങ്കിലും ഒബ്ജക്റ്റിൽ തട്ടി മുറിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫിൻറോട്ട് ഫോം ചെയ്യാറുണ്ട്. റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ചില സാഹചര്യങ്ങളിൽ ഫംഗസും ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപ്പ്, മാലക്കൈറ്റ് ഗ്രീൻ, ഫോർമാലിൻ, മെത്തിലിൻ ബ്ലൂ ഒന്നും യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ആൻറ്റിബയോട്ടിക്കുകൾ തന്നെ യൂസ് ചെയ്യണം. ടെട്രാസൈക്ലിൻ, ഓക്സി ടെട്രാസൈക്ലിൻ, കനാമൈസിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമതായിട്ട് വരാൻ സാധ്യതയുള്ള അസുഖം എന്ന് പറയുന്നത് കൊളംനാരിസ് ആണ്. ഇതിനെ കോട്ടൺ മൗത്ത് ഡിസീസ് എന്നും പറയാറുണ്ട്. അതായത് ഈ മീനിന്റെ ശരീരത്തിലും ചുണ്ടിലും ഈ കോട്ടൺ പോലെ, പഞ്ഞി പോലെ വെളുത്ത ഒരു സംഭവം ഫോം ചെയ്ത് വരുന്നതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ പോലത്തെ ഒരു അസുഖമാണ്, പക്ഷേ ഫംഗസ് അല്ല ഇത് ഉണ്ടാക്കുന്നത്. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഈ ഒരു കൊളംനാരിസ് എന്ന് പറയുന്നത്. മോശമായിട്ടുള്ള വെള്ളം, മീനുകൾക്ക് വരുന്ന സ്ട്രെസ്സ്, അതുപോലെ തന്നെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ വരിക, ഇതൊക്കെയാണ് കാരണങ്ങൾ. ഈ ഒരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ തന്നെ യൂസ് ചെയ്യണം. ടെട്രാസൈക്ലിൻ, ഓക്സി ടെട്രാസൈക്ലിൻ അല്ലെങ്കിൽ കനാമൈസിൻ. നാലാമതായിട്ട് വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഫംഗസ് എന്ന് നമ്മൾ പറയാറുണ്ട് പൊതുവെ. വെള്ളം മോശമാവുക, അതുപോലെ തന്നെ തണുപ്പ് കാലത്ത്, ഇതുപോലെ മഴക്കാലം, തണുപ്പ് കാലത്തൊക്കെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ താഴ്ന്നു പോകുമ്പോൾ ഫംഗസ് പെട്ടെന്ന് ഫോം ചെയ്ത് മീനുകളെ ബാധിക്കാറുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് ഉപ്പ്, മെത്തലിൻ ബ്ലൂ, മാലക്കൈറ്റ് ഗ്രീൻ, ഫോർമാലിനൊക്കെ യൂസ് ചെയ്യാം. ഇനി അഞ്ചാമതായിട്ട് വരുന്നത് ഇൻറ്റേർണൽ ഇൻഫെക്ഷൻസ് ആണ്. പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്, അതായത് വേംസ് കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നത് വയറ്റിൽ. ഈ ഒരു സംഭവം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക, പഴകിയ ഫുഡ്, പഴകിയ ഫ്രോസൺ ഫുഡ്, അങ്ങനെയാണ് ഈ ഇൻറ്റേർണൽ വേംസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് മീനുകളെ ബാധിക്കുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് ഉപ്പ്, മെത്തലിൻ ബ്ലൂ, മാലക്കൈറ്റ് ഗ്രീൻ, ഫോർമാലിൻ യൂസ് ചെയ്യാം. ഇനി ആറാമതായിട്ട് വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സ്വിം ബ്ലാഡർ ഡിസോർഡർ ആണ്. അതായത് ഇവർക്ക് പ്രോപ്പറായിട്ട് നീന്താനോ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനോ പറ്റാതെ ആവുക. വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കാനും പ്രോപ്പറായിട്ട് നീന്താനൊക്കെ ഇവരെ സഹായിക്കുന്നത് സ്വിം ബ്ലാഡർ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനാണ്. ഇതിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നീന്താനോ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പ്രശ്നം വരാറുണ്ട് എങ്കിലും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. അതായത് മലബന്ധം, പ്രോപ്പറായിട്ട് ഈ മീനിനെ വയറ്റിൽ നിന്ന് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരിക. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓവർ ഫീഡിംഗ് ആണ്. മീനുകളെ ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക. ഇനി ഏഴാമതായിട്ട് വരുന്നത് ഹോൾ ഇൻ ദ ഹെഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇതിനെ ഹോൾ ഇൻ ദ ഹെഡ് ഡിസീസ് എന്നൊക്കെ പറയാറുണ്ട്. ആ പേരിലുള്ളതുപോലെ തന്നെ തലയിൽ ഹോളുകൾ അല്ലെങ്കിൽ ദ്വാരങ്ങൾ ഫോം ചെയ്ത് വരുന്നതാണ്. ഓസ്കാർ മത്സ്യങ്ങളിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. പ്രധാനമായിട്ട് 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു അസുഖം വരുന്നത്. ഒന്നാമത്തെ വൈറ്റമിൻ്റെ കുറവാണ്. രണ്ടാമത്തെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമാകുമ്പോഴാണ്. മൂന്നാമത്തെ വെള്ളത്തിനകത്ത് നമ്മൾ ഈ ഒരു കെമിക്കൽ ഫിൽട്രേഷന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ആക്ടിവേറ്റഡ് കാർബൺ അല്ലെങ്കിൽ ചാർക്കോളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഈ അസുഖം വരാറുണ്ട്. അതായത് ഈ ചാർക്കോളൊക്കെ നമ്മൾ ഫിഷ് ടാങ്കിനകത്ത് ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റ് മെഡിസിൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഫീഡ് ചെയ്യുക, അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. പിന്നെ നേരത്തെ പറഞ്ഞ ആക്ടിവേറ്റഡ് കാർബൺ അല്ലെങ്കിൽ ചാർക്കോളൊക്കെ കൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യുക. ഇനി എട്ടാമതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒരു അസുഖമൊന്നുമല്ല, ഇവർക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങളാണ്. സ്ട്രെസ് വല്ലാതെ വന്നു കഴിഞ്ഞാൽ ചില നേരത്തെ സഡൻ ആയിട്ട് പെട്ടെന്ന് ഇവർ ചത്തുപോകും. പിന്നെ ഇവർ ഫുഡ് കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഇവരുടെ കളർ ഫെയ്ഡായി പോവുക. പിന്നെ ഫിഷ് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ചാടാനായിട്ട് ശ്രമിക്കുക. ചെറിയ ടാങ്കുകളിലൊക്കെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ ഇതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എണ്ണത്തിൽ കൂടുതലൊക്കെ ഇട്ട് വളർത്തുമ്പോൾ ഇതിനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ ഒരു മീൻ ചെറിയ വൈബ്രേഷനോടൊക്കെ വളരെ സെൻസിറ്റീവാണ്. ചെറിയ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടി വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ ടാങ്കിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ പോയി ഇടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിഴലോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാറുണ്ട്. അക്വേറിയങ്ങളൊക്കെ വളർത്തുന്നവർ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഇഷ്യൂ ആണ് അക്വേറിയത്തിന് പുറത്തേക്ക് ചാടാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ നിഴലോ കാര്യങ്ങളോ കാണുമ്പോൾ അക്വേറിയത്തിന്റെ ചില്ലിലൊക്കെ പോയി ഇടിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ സൗണ്ട് വൈബ്രേഷനൊക്കെ വരുമ്പോൾ ഇവർ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ഇടിക്കും. ഇതുപോലെ പേടിച്ച് അക്വേറിയത്തിൻ്റെ ചില്ലിലൊക്കെ ചെന്ന് ഇടിച്ചിട്ട് അക്വേറിയത്തിൻ്റെ ഗ്ലാസിന് ഡാമേജ് വന്ന കേസുകളൊക്കെ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം നല്ല സൈസുള്ള ടാങ്കുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി 9ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ അമോണിയ നൈട്രേറ്റ് ഒക്കെ സ്പൈക്കായിട്ട് പോയിസൺ ആവുന്നതാണ്. അതായത് പുവർ വാട്ടർ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഈ ഒരു സാഹചര്യത്തിൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് മുകളിൽ വന്നിട്ട് ബ്രീത് ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ചെകിളകളുടെ ആ ഒരു സൈഡിൽ നല്ല രീതിയിൽ റെഡിഷ് കളർ വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാട്ടർ ക്വാളിറ്റിയാണ്. വെള്ളം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഓവറായിട്ടൊന്നും മീനുകളെ ടാങ്കുകളിൽ എണ്ണത്തിൽ കൂടുതലൊന്നും ഇടാതിരിക്കുക. പ്രോപ്പറായിട്ടുള്ള വാട്ടർ ചേഞ്ച്, അതുപോലെ തന്നെ നല്ല ഫിൽട്രേഷൻ സെറ്റ് ചെയ്യുക. മീനുകളുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. വെള്ളം മോശമായി കഴിഞ്ഞാൽ മീനുകൾക്ക് സ്ട്രെസ് വരാറുണ്ട്. മീനുകൾ എണ്ണത്തിൽ കൂടുതലൊക്കെ നമ്മളൊരു ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രെസ് വരാറുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, pH, അമോണിയ, നൈട്രേറ്റ് ഒക്കെ സ്പൈക്ക് ആയി കഴിഞ്ഞാൽ മീനുകൾക്ക് സ്ട്രെസ് വരും. അതുപോലെ തന്നെ ടാങ്കിൻ്റെ സ്പേസ്, ചെറിയ ടാങ്കൊക്കെ ആയി കഴിഞ്ഞാൽ മീനുകൾക്ക് സ്ട്രെസ് വരും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫീഡിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇറിഡിസെന്റ് ഷാർക്ക് കാറ്റ് ഫിഷുകൾ അല്ലെങ്കിൽ ആസാം വാളുകൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഓൾറെഡി ഈ വൈറ്റ് കളറുള്ള രണ്ടെണ്ണത്തിനെ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. വാങ്ങിച്ചുകൊണ്ട് വന്ന് 2-3 ദിവസത്തേക്ക് അവർ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിച്ചു തുടങ്ങി. കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ പിന്നീട് അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.